നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കനത്ത മഴയിൽ വീടിന്റെ പിൻഭാഗത്തെ കൽക്കെട്ടിടിഞ്ഞു പോയതോടെ വീട് അപകടാവസ്ഥയിലായി. പ്രതിസന്ധിയിലായിരിക്കുകയാണ് മാങ്കുളം സ്വദേശി തെക്കുംപുറത്ത് ഷാജി തങ്കപ്പനും കുടുംബവും. സർക്കാർ സഹായം കാത്ത കുടുംബം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കടപുഴകി വീണ മരം മുറിച്ചു നീക്കിയെങ്കിലും മുറിച്ചു മാറ്റിയ ഭാഗങ്ങൾ റോഡരികിൽ നിന്ന് മാറ്റാൻ നടപടിയില്ല. നിരവധി അപകടങ്ങൾ നടന്ന കൊടും വളവിലാണ് മരത്തിന്റെ ഭാഗങ്ങൾ കിടക്കുന്നത്. ഇടുക്കി ജില്ലാ കളക്ടറായി ഡോക്ടർ ദിനേശൻ ചെറുവാട്ട രാവിലെ ചുമതലയേൽക്കും. കണ്ണൂർ സ്വദേശിയാണ്. പഞ്ചായത്ത് വകുപ്പ് ഡയറക്ടറായിരുന്നു. വി വിഘ്നേശ്വരി സ്ഥലം മാറിപ്പോകുന്ന ഒഴിവിലാണ് പുതിയ കളക്ടർ എത്തുന്നത്. ജലസമൃദ്ധമായ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക്. ദിവസവും നൂറുകണക്കിന് സഞ്ചാരികളാണ് ചീയപ്പാറയിലിറങ്ങി ജലപാതത്തിന്റെ ഭംഗി ആസ്വദിച്ച് കടന്നുപോകുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. കനത്ത മഴയിൽ വീടിന്റെ പിൻഭാഗത്തെ കൽക്കെട്ടിടിഞ്ഞു പോയതോടെ വീട് അപകടാവസ്ഥയിലായി. പ്രതിസന്ധിയിലായിരിക്കുകയാണ് മാങ്കുളം സ്വദേശി തെക്കുപുറത്ത് ഷാജി തങ്കപ്പനും കുടുംബവും. വീടിന്റെ പിറകുഭാഗത്തെ കൽക്കെട്ടിനൊപ്പം വർക്കേരിയ അടക്കമാണ് ഇടിഞ്ഞ് താഴേക്ക് പതിച്ചത്. വീടിനുള്ളിലാകെ വിള്ളൽ രൂപം കൊണ്ടതോടെ വീട് വാസയോഗ്യമല്ലാതായി തീർന്നുവെന്ന് ഷാജി പറഞ്ഞു. തങ്ങൾക്ക് സർക്കാർ സഹായം ഉണ്ടാകണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. ശക്തമായി പെയ്ത മഴയിൽ ആഗസ്റ്റ് 3 പുലർച്ചെയായിരുന്നു മാങ്കുളം സ്വദേശി തെക്കുപുറത്ത് ഷാജി തങ്കപ്പന്റെ വീടിന് പിൻഭാഗത്തെ കൽക്കെട്ടിടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായത്. വീടിന്റെ പിറകുഭാഗം ചെരിവുള്ള പ്രദേശമാണ്. ഇവിടെ കൽക്കെട്ട് തീർത്തായിരുന്നു വീട് നിർമ്മിച്ചിരുന്നത്. ഈ കൽക്കെട്ടാണ് ഇടിഞ്ഞ് താഴേക്ക് പോയത്. കെട്ടിനൊപ്പം വീടിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന വർക്കേരിയയും ശുചിമുറിയുടെ സെപ്റ്റിക് ടാങ്കും താഴേക്ക് പതിച്ചു. ഇതോടെ വീട് അപകടാവസ്ഥയിലായി. കൽക്കെട്ടിടിഞ്ഞു പോയതോടെ വീടിന് ബലക്ഷയം സംഭവിച്ചു. വീടിനുള്ളിൽ പലയിടത്തും വിള്ളൽ രൂപം കൊണ്ടു. മുറ്റത്തും വലിയ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. വീട് വാസയോഗ്യമല്ലാതായി തീർന്നുവെന്നും തങ്ങൾക്ക് സർക്കാർ സഹായം ഉണ്ടാകണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. സംഭവിക്കുന്നത് നമ്മുടെ വീടിന്റെ ഭാഗ്യവശം ഒരു നല്ല കെട്ടായിരുന്നു. ഒരു 15 അടിയോളം ഹൈറ്റ് ഉണ്ടായിരുന്നു. അത് വെളുപ്പിന് ഒരു മണി കഴിയുമ്പോൾ തകർന്നു വീഴുകയും വീട് കംപ്ലീറ്റ് പൊട്ടി നാശമായി വീണ്ടും കയറിയിരിക്കുന്നു. ഇതിൽ താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. മഴ പെയ്യുമ്പോൾ ഷാജിയും കുടുംബവും ആശങ്കയോടെയാണ് വീട്ടിൽ കഴിയുന്നത്. ഇടിഞ്ഞുപോയ ഭാഗം വലിയ പടുത വിരിച്ച് മഴവെള്ളം ഇറങ്ങാതെ താൽക്കാലിക സുരക്ഷയൊരുക്കിയിട്ടുണ്ട്. മുറ്റത്ത് രൂപം കൊണ്ടിട്ടുള്ള വിള്ളലിലൂടെ കൂടുതലായി വെള്ളം ഇറങ്ങിയാൽ ഈ ഭാഗം ഇനിയും ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇങ്ങനെ വന്നാൽ വീട് കൂടുതലായി അപകടാവസ്ഥയിലാകും. മണ്ണിടിച്ചിലും വീടിന്റെ അപകടാവസ്ഥയെ സംബന്ധിച്ച വിവരം റവന്യൂ അധികൃതരെ ബോധിപ്പിച്ചതായും ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയതായും ഷാജി പറഞ്ഞു. കൽക്കെട്ടിടിഞ്ഞു പോയതും വീടിന് സംഭവിച്ചിട്ടുള്ള ബലക്ഷയവുമടക്കം വലിയ തുകയുടെ നഷ്ടമാണ് തങ്ങൾക്കുണ്ടായിട്ടുള്ളതെന്നും നഷ്ടം പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്നും ഷാജിയും കുടുംബവും ആവശ്യപ്പെടുന്നു. സിറ്റി വിഷൻ, മാങ്കുളം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ശക്തമായ മഴയിൽ കടപുഴകി വീണ മരം മുറിച്ചു നീക്കിയെങ്കിലും മുറിച്ചു മാറ്റിയ ഭാഗങ്ങൾ റോഡരികിൽ നിന്ന് മാറ്റാൻ നടപടിയില്ല. ചുണ്ടലിന് സമീപം കൊടും വളവിലാണ് കൂറ്റൻ മരത്തിന്റെ കഷ്ണങ്ങളും ചില്ലകളും കൂട്ടിയിട്ടിരിക്കുന്നത്. വളവ് തിരിഞ്ഞു വരുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത വിധമാണ് ഇവ കിടക്കുന്നത്. മുമ്പ് നിരവധി അപകടങ്ങൾ നടന്ന കൊടും വളവിലാണ് അപകട ഭീഷണി ഉയർത്തി മുറിച്ചിട്ട മരത്തിന്റെ ഭാഗങ്ങൾ കിടക്കുന്നത്. പൂപ്പാറയിൽ നിന്നും ബോഡിമെട്ടിലേക്ക് പോകുന്ന വഴിയിൽ ചൂണലിന് സമീപമാണ് കാലവർഷ മഴയിൽ സമീപത്തെ ഏലത്തോട്ടത്തിൽ നിന്നിരുന്ന കൂറ്റൻ മരം അപകട വളവിലേക്ക് കടപുഴകി വീണത്. തുടർന്ന് അധികൃതരെത്തി മരം മുറിച്ച് ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും മുറിച്ചിട്ടിരിക്കുന്ന മരത്തിന്റെ ഭാഗങ്ങൾ റോഡരികിൽ നിന്ന് നീക്കം ചെയ്യാത്തതിനാൽ വലിയ അപകട ഭീഷണിയാണ് നിലനിൽക്കുന്നത്. വളവ് തിരിഞ്ഞെത്തുന്ന വാഹനങ്ങൾക്ക് എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയില്ല. വളവിന്റെ മറുവശത്ത് കൂറ്റൻ മരത്തിന്റെ മുറിച്ച ഭാഗങ്ങൾ കിടക്കുന്നതിനാൽ ബസ്സും ലോറിയും അടക്കമുള്ള ഭാരവാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനും കഴിയാത്ത സ്ഥിതിയുണ്ട്. അടിയന്തരമായി ഇവ നീക്കം ചെയ്ത് അപകട സാധ്യത ഒഴിവാക്കണമെന്ന് AIYF മണ്ഡലം സെക്രട്ടറി ഷിനു MA ആവശ്യപ്പെട്ടു. ഈ അപകടം നിരന്തരമായി നടക്കുന്ന സ്ഥലമാണിവിടെ. അത് നിരവധിയായ വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയായതുകൊണ്ട് 2 വാഹനങ്ങൾ കടന്നു പോകാത്ത ഒരു അവസ്ഥയിൽ ഫോറസ്റ്റ് അധികാരികൾ മരം മുറിച്ചിട്ട് ഈ വളവിൽ
ഇട്ടിരിക്കുകയാണ്. ഇത് അടിയന്തരമായി നീക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. മുമ്പ് നിരവധി വാഹന അപകടങ്ങൾ നടന്ന പ്രദേശമാണിവിടം. അതുകൊണ്ട് മുറിച്ചിട്ടിരിക്കുന്ന മരത്തിന്റെ ഭാഗങ്ങൾ നീക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനൊപ്പം സമീപത്ത് ഉണങ്ങി നിലമ്പത്താറായി നിൽക്കുന്ന മറ്റു മരങ്ങളും മുറിച്ചു നീക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സിറ്റി വിഷൻ, പൂപ്പാറ. ഇടുക്കി ജില്ലാ കളക്ടറായി ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് രാവിലെ ചുമതലയേൽക്കും. കണ്ണൂർ സ്വദേശിയാണ്. പഞ്ചായത്ത് വകുപ്പ് ഡയറക്ടറായിരുന്നു. കൃഷി വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി വി വിഘ്നേശ്വരി സ്ഥലം മാറിപ്പോകുന്ന ഒഴിവിലാണ് പുതിയ കളക്ടർ എത്തുന്നത്. സുവോളജിയിൽ PhD ബിരുദധാരിയാണ് ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. ഫിഷറീസ് വകുപ്പിൽ 1/4 നൂറ്റാണ്ടോളം പ്രവർത്തിച്ച ഇദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. മത്സ്യഫെഡ് MD ആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ സെക്രട്ടറി, അഡാക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, വാട്ടർ അതോറിറ്റി ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ, കേരള കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി അംഗമാണ്. 5 പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. ഇനി കാണാം ബ്യൂട്ടി സ്പോട്ട്. ജലസമൃദ്ധമായ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക്. ദിവസവും 100 കണക്കിന് സഞ്ചാരികളാണ് ചീയപ്പാറയിലിറങ്ങി ജലപാതത്തിന്റെ ഭംഗി ആസ്വദിച്ച് കടന്നു പോകുന്നത്. ഇത്തവണ മെയ് മാസം മുതൽ ചീയപ്പാറ വെള്ളച്ചാട്ടം ജലസമൃദ്ധമായിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നേര്യമംഗലം വനമേഖലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം മനോഹര കാഴ്ചയൊരുക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ മൂന്നാറിലേക്ക് സഞ്ചരിക്കുന്നവരുടെ ശ്രദ്ധ കവരുന്നതാണ് തട്ടുതട്ടായി താഴേക്ക് പതിക്കുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം. വേനലിന് ശേഷം മൺസൂൺ എത്തിയതോടെ വറ്റിവരണ്ട് കിടന്നിരുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം സജീവമായി. ഇത്തവണ വേനൽ മഴ ആരംഭിച്ച മെയ് മാസം മുതൽ ചീയപ്പാറ വെള്ളച്ചാട്ടം ജലസമൃദ്ധമായിരുന്നു. ദിവസവും 100 കണക്കിന് സഞ്ചാരികളാണ് ചീയപ്പാറയിൽ ഇറങ്ങി ജലപാതത്തിന്റെ ഭംഗി ആസ്വദിച്ച് കടന്നു പോകുന്നത്. വിദേശ വിനോദസഞ്ചാരികളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരുമൊക്കെയാണ് അധികവും ജലപാതത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ ചീയപ്പാറയിൽ ഇറങ്ങുന്നത്. പച്ചപ്പിന് നടുവിലാണ് ചീയപ്പാറ ജലസമൃദ്ധി തീർക്കുന്നത്. സഞ്ചാരികളുടെ തിരക്കാരംഭിച്ചതോടെ വെള്ളച്ചാട്ടങ്ങളുമായി ചേർന്ന് നിന്നിരുന്ന വ്യാപാര സമൂഹവും സജീവമാണ്. വേനലിൽ പൂർണ്ണമായി വറ്റി വരളും വരെ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികളുടെ ഈ തിരക്ക് തുടരും. സിറ്റി വിഷൻ, അടിമാലി. മൂന്നാർ വില്ലേജിന്റെ ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം ദേവികുളത്ത് നടന്നു. അഡ്വക്കേറ്റ് രാജ MLA ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അത്യാധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി പൊതുജന പങ്കാളിത്തത്തോടെ സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജുകളിലും ഡിജിറ്റൽ സർവേ നടപടികൾ പൂർത്തിയാക്കി എന്റെ ഭൂമി എന്ന പോർട്ടൽ മുഖേന പൊതുജനത്തിന് ഓൺലൈൻ സേവനം ലഭ്യമാക്കുക എന്നതാണ് വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഭൂമി സംബന്ധമായ വിവരങ്ങൾക്ക് വളരെ കൃത്യതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നു. അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാനും അങ്ങനെ ഉപഭോക്തൃ സേവനം ജനപ്രിയമാക്കാനും സാധിക്കുന്നു. വസ്തുക്കളുടെ പോക്കുവരവ് വളരെ വേഗത്തിലാക്കുന്നു തുടങ്ങി വിവിധ നേട്ടങ്ങളാണ് ഡിജിറ്റൽ റീസർവേക്കുള്ളത്. മൂന്നാർ വില്ലേജിന്റെ ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം ദേവികുളത്ത് നടന്നു. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് രാജ MLA ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ സർവേ സൂപ്രണ്ടിന്റെ ഓഫീസിൽ കാണണമെന്നുണ്ട്. റെക്കോർഡുകൾ പരിശോധിക്കാനുണ്ടെങ്കിൽ കോട്ടയം പോകണം. കോട്ടയത്ത് കിട്ടിയില്ലെങ്കിൽ കേരളത്തിലെ സർവേ സൂപ്രണ്ട് ഓഫീസ് തിരുവനന്തപുരത്ത് മാത്രമേ റെക്കോർഡുകളെല്ലാം ലഭിക്കുകയുള്ളൂ. സ്വാഭാവികമായി ഒരാൾ ഒരു സർവേ നടപടിക്ക് വേണ്ടി ഒരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ഈ സർവേ നടപടികളെല്ലാം നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മൂന്നാർ
മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം മണിമൊഴി അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ തൊടുപുഴ റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ഷാജി കെ പണിക്കർ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ, മൂന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർഷ് പീറ്റർ, ദേവികുളം തഹസിൽദാർ ജയൻ കെ എം, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. രാജ്യത്താകമാനം മാതൃകയാക്കുവാൻ കഴിയുന്ന തരത്തിൽ ഭൂമി സംബന്ധിച്ച സുതാര്യവും വേഗത്തിലും സേവനം ലഭ്യമാക്കത്തക്ക വിധം സമഗ്രമായ ഒരു ഡേറ്റാബേസ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ സർവേ സംവിധാനമാണ് പ്രാവർത്തികമാക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. ഇനി ചെറിയൊരു ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops, കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. തേനീച്ച നൽകുന്നത് തേനിന്റെ മധുരം മാത്രമല്ല, ജീവന്റെ നിലനിൽപ്പ് കൂടിയാണ്. കാർഷിക മേഖലയിൽ ഏലമടക്കമുള്ള കൃഷിവിളകളുടെ ഉൽപാദനത്തിനും തേനീച്ച ഒരു പ്രധാന ഘടകമാണ്. തേനീച്ച വളർത്തലിലൂടെ വരുമാനം കണ്ടെത്തുക മാത്രമല്ല, തേനീച്ച കൃഷിയുടെ പ്രാധാന്യം മറ്റ് കർഷകർക്ക് പകർന്നു നൽകുക കൂടിയാണ് തേനീച്ച കർഷകനായ കട്ടപ്പന തൊപ്പിപ്പാളയിലെ TK രാജു. തേനീച്ച വളർത്തലിലൂടെ തേനുൽപാദനം മാത്രമല്ല, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഒപ്പം ജൈവകൃഷി പരിപാലനത്തിലൂടെ മികച്ച വിളവും കണ്ടെത്താൻ കഴിയും. അത് പ്രായോഗികമായി കർഷകരിലേക്ക് എത്തിക്കുകയാണ് ഈ കർഷകൻ. തേനിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ കാന്താരിത്തേൻ, മാതളത്തേൻ, കീഴാർനെല്ലിത്തേൻ, ബ്രഹ്മിത്തേൻ, സുഗന്ധവ്യഞ്ജനത്തേൻ, വിവിധ രോഗങ്ങൾക്ക് മരുന്നായ 12ഓളം ഉൽപ്പന്നങ്ങളും ഇവിടെ ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുന്നു. കട്ടപ്പന തൊപ്പിപ്പാളയിലെ TK രാജു. ഈ രംഗത്ത് 40 വർഷത്തെ അനുഭവ പരിജ്ഞാനമുള്ള ഇദ്ദേഹം കൃഷിയിടത്തിൽ തേനീച്ചപ്പെട്ടികൾ സ്ഥാപിച്ച് തേനീച്ചകൾ നടത്തുന്ന സ്വാഭാവിക പരാഗണത്തിലൂടെ മികച്ച വരുമാനം നേടുകയും ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലെ ഏലം, കാപ്പി തുടങ്ങിയവ ഇതിന് ഉദാഹരണമാണ്. കൃഷിക്ക് ഏറെ പ്രാധാന്യമുള്ള ഹൈറേഞ്ചിൽ തേനീച്ച വളർത്തലിലൂടെ എങ്ങനെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാമെന്ന് സ്വന്തം അനുഭവത്തിലൂടെ അദ്ദേഹം കാണിച്ചു തരുന്നു. ഈ ഹണി പ്രോസസ്സ് ചെയ്യുന്ന പ്ലാന്റിലാണ്. ഹണി ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. ഹണിയിൽ ഹണിക്കൊരു കുഴപ്പമുള്ളത് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് എന്തിനേയും അബ്സോർവ് ചെയ്യും. അപ്പോൾ അതെല്ലാം പ്യൂരിഫൈ ചെയ്യുന്ന വൃത്തിയാക്കുന്ന പ്ലാന്റാണ് എൻ്റെ പിന്നിൽ കാണുന്നത്.
ഇതിപ്പോൾ നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്നത് മൂന്നാർ, ടാറ്റയൊക്കെ പോലുള്ള സമ്പന്നന്മാർ വരുന്ന ഷോപ്പിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ പോയി തേനീച്ച വളർത്തൽ പ്രചാരണവുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചിരുന്ന ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ 60ഓളം പേരാണ് ജോലി ചെയ്യുന്നത്. ഹണിനഗർ, കട്ടപ്പന, കുമ്മളി, ഇടുക്കി എന്നിവിടങ്ങളിലുള്ള സ്റ്റാളുകളിലൂടെ ഏറ്റവും നല്ല തേനും മറ്റും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുന്നു. കൃഷിയെ ഏറെ സ്നേഹിക്കുന്ന ഇദ്ദേഹം തേനീച്ച വളർത്തൽ കേന്ദ്രമായ ഹണിനഗറിലൂടെ വരും തലമുറയ്ക്ക് പ്രചോദനമാണ്. തേനീച്ച വളർത്തൽ കൃഷിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യത്തെ അവാർഡ് ജേതാവായ ഇദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ ഏറെയാണ്. എല്ലാ രണ്ടാം ശനിയാഴ്ചയും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് ഇവിടെ ട്രെയിനിങ്ങിനായി എത്തുന്നത്. ഗവൺമെൻറ്റിൻ്റെ തേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളിൽ ക്ലാസുകൾ നയിക്കുകയും ചെയ്യുന്നു. ഹണിനഗറിൽ ട്രെയിനിങ് പൂർത്തീകരിക്കുന്നവർക്ക് ഖാദി ബോർഡിൻ്റെ സബ്സിഡിയോടെ 5 ലക്ഷം രൂപ വരെ ബാങ്കുകളിൽ നിന്നും തേനീച്ച വളർത്തലിന് ലോണുകൾ ലഭ്യമാണ്. സിറ്റി വിഷൻ, കട്ടപ്പന. SNDP യോഗം രാജാക്കാട് യൂണിയൻ യൂത്ത് മൂവ്മെന്റ് യുവജന സംഗമം സംഘടിപ്പിച്ചു. രാജകുമാരി കുരുവിള സിറ്റി ശാഖ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗത്തിന്റെ ശക്തിയായി മാറിയ യൂത്ത് മൂവ്മെന്റ് പ്രസ്ഥാനത്തിന്റെ ശാഖാ നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചാണ് യുവജന സംഗമം സംഘടിപ്പിച്ചത്. കുരുവിള സിറ്റി ശാഖ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് വിഷ്ണു ശേഖർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KR സനിൽ സ്വാഗതം ആശംസിച്ചു. SNDP യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏതൊരു സംഘടനയുടെ കരുത്ത, ഊർജം, ശക്തി നിലകൊള്ളുന്നത് ആ സംഘടനയുടെ യുവജനങ്ങളിലാണ്, യുവാക്കളിലാണ്, യുവതികളിലാണ്, ഇളം തലമുറയിലാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കേരളത്തിലെ സംഘടനയുടെ മാതാവായ, ഞാൻ അടിവരയിട്ട് പറയുന്നു, കേരളത്തിലെ സംഘടനയുടെ മാതാവായ 1903 ജനിച്ച ശ്രീനാരായണഗുരു തൃപ്പാദങ്ങളാൽ അനുഗ്രഹിച്ച് ജന്മം കൊണ്ട, കേരളത്തിന്റെ ചരിത്രഗതിയെ തിരുത്തിക്കുറിച്ച മഹാപ്രസ്ഥാനമാണ് SNDP യോഗം. ശിവഗിരി മഠത്തിലെ ശ്രീമദ് ശിവസ്വരൂപാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KD രമേശ് മുഖ്യപ്രഭാഷണവും നടത്തി. യൂണിയൻ വൈസ് പ്രസിഡന്റ് G അജയൻ, യൂണിയൻ സെക്രട്ടറി KS ലതീഷ് കുമാർ, യൂണിയൻ കൗൺസിലർമാർ, വനിതാ സംഘം ഭാരവാഹികൾ, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ, സൈബർ സേന ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിലെ തിങ്കളക്കാട്ടിൽ HF ഹൈബ്രിഡ് ഇനം പശുവിന് ഒരു പ്രസവത്തിൽ 2 കിടാക്കൾ പിറന്നു. 2 പെൺകിടാക്കളാണെന്നതും മറ്റൊരു അപൂർവത കൂടിയാണ്. കൊന്നത്തടി പഞ്ചായത്തിലെ തിങ്കളക്കാട്ടിലെ ക്ഷീരകർഷകനായ ഷാജി വയലിന്റെ തൊഴുത്തിലാണ് കൗതുകമുണർത്തി പശു പ്രസവിച്ചത്. അത്യുൽപാദന ശേഷിയുള്ള പശുവാണ് HF ഇനം. 25 ലിറ്ററിൽ കുറയാതെ പാൽ ലഭിക്കുന്ന ഹൈബ്രിഡ് ഇനം പശു പ്രസവിച്ചപ്പോഴാണ് 2 പെൺകിടാക്കൾ പിറന്നത്. പശുവിന് പ്രസവലക്ഷണങ്ങൾ കണ്ടതോടെ മുനിയറയിലെ വെറ്റിനറി ഡോക്ടർ തോമസ് മണവാളനെ വിവരമറിയിക്കുകയായിരുന്നു. അദ്ദേഹം നടത്തിയ പരിശോധനയിലാണ് 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയത്. ഡോക്ടർ കിടാക്കളെ സുരക്ഷിതമായി പുറത്തെടുക്കുകയായിരുന്നു. കിടാക്കൾ 2 പെൺകിടാക്കളാണെന്നതും കർഷകന് സന്തോഷകരമായി. പശു വളർത്ത തുടങ്ങിയിട്ട് 20 വർഷമായി. 3-4 വർഷമായുള്ളൂ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഒരു പശുവിനെ എനിക്ക് കിട്ടിയിട്ട്. അതിൽ ഇന്ന് പ്രസവിച്ചപ്പം 2 പശുക്കിടാക്കളെ കിട്ടി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. 20 വർഷക്കാലമായി കാലി വളർത്തലിൽ ഏർപ്പെടുന്ന ഷാജി സമീപകാലത്താണ് ഹൈബ്രിഡ് ഇനങ്ങളെ പരിപാലിക്കാൻ തുടങ്ങിയത്. സിറ്റി വിഷൻ, രാജാക്കാട്. സാഹിത്യകാരനും പ്രഭാഷകനുമായ CS രജികുമാർ നയിക്കുന്ന സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര പ്രയാണത്തിന് അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ സ്വീകരണം നൽകി. വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങിന്റെ ഭാഗമായി. 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര. സ്വാതന്ത്ര്യ സമരകാല ചരിത്രവും സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യവും പുതുതലമുറയിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സാഹിത്യകാരനും പ്രഭാഷകനുമായ CS രജികുമാറിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര പ്രയാണം നടക്കുന്നത്. 14ാമത്തെ വർഷമാണ് പ്രയാണം തുടരുന്നത്.
സ്വാതന്ത്ര്യ സമര സന്ദേശയാത്രയ്ക്ക് അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ സ്വീകരണം നൽകി. യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന CS രജികുമാർ ചടങ്ങിൽ സംസാരിച്ചു. ഇവിടെ ഉണ്ടായിരുന്നു എന്നറിയിക്കാൻ അവർ തൂവൽ പൊഴിച്ചിട്ട് പോകുന്നത്, ഇനിയും ഉണ്ടാകുമെന്നറിയിക്കുവാൻ അത് മുട്ടയിട്ട് അടയിരിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ നമ്മളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. നമ്മൾ അടുത്തിരിക്കുന്ന പഠിക്കുന്ന കുട്ടിയുടെ വീട്ടിലെ സാഹചര്യത്തെ കുറിച്ച് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. അവനൊരു പേര ചോദിച്ചാൽ ഒരുപക്ഷെ അവന് പേര ഇല്ലാത്തത് കൊണ്ടാണോ, മേടിക്കാൻ പണമില്ലാത്തത് കൊണ്ടാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കാറില്ല. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിയോ, സാഹിത്യകാരൻ സത്യൻ കോനാട്ട്, ജേക്കബ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങിന്റെ ഭാഗമായി. 10 ദിവസം നീളുന്ന സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിലൂടെ പ്രയാണം നടത്തി ആഗസ്റ്റ് 15-ന് വൈസന്മാലിയിൽ സമാപിക്കും. വിവിധ സ്കൂളുകളിലും കോളേജുകളിലും പ്രയാണമെത്തും. അടിമാലിയിൽ നിന്നായിരുന്നു സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര പ്രയാണം ആരംഭിച്ചത്. സിറ്റി വിഷൻ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴയിൽ വീടിന്റെ പിൻഭാഗത്തെ കൽക്കെട്ടിടിഞ്ഞു പോയതോടെ വീട് അപകടാവസ്ഥയിലായി. പ്രതിസന്ധിയിലായിരിക്കുകയാണ് മാങ്കുളം സ്വദേശി തെക്കുംപുറത്ത് ഷാജി തങ്കപ്പനും കുടുംബവും. സർക്കാർ സഹായം കാത്ത് കുടുംബം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കടപുഴകി വീണ മരം മുറിച്ചു നീക്കിയെങ്കിലും മുറിച്ചു മാറ്റിയ ഭാഗങ്ങൾ റോഡരികിൽ നിന്ന് മാറ്റാൻ നടപടിയില്ല. നിരവധി അപകടങ്ങൾ നടന്ന കൊടുംവളവിലാണ് മരത്തിന്റെ ഭാഗങ്ങൾ കിടക്കുന്നത്. ഇടുക്കി ജില്ലാ കളക്ടറായി ഡോക്ടർ ദിനേശൻ ചെറുവാട്ട രാവിലെ ചുമതലയേൽക്കും. കണ്ണൂർ സ്വദേശിയാണ്. പഞ്ചായത്ത് വകുപ്പ് ഡയറക്ടറായിരുന്നു. വി വിഘ്നേശ്വരി സ്ഥലം മാറിപ്പോകുന്ന ഒഴിവിലാണ് പുതിയ കളക്ടർ എത്തുന്നത്. ജലസമൃദ്ധമായ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക്. ദിവസവും 100 കണക്കിന് സഞ്ചാരികളാണ് ചീയപ്പാറയിലിറങ്ങി ജലപാതത്തിന്റെ ഭംഗി ആസ്വദിച്ച് കടന്നുപോകുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.